നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വനമേഖലയോട് ചേർന്ന് സൗരോർജ്ജ വേലി. ഇടക്കാടിൽ കുടുങ്ങി വനത്തിലേക്ക് തിരിച്ചു പോവാൻ കഴിയാത്ത ആനക്കൂട്ടം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയിലെത്തി. ഡിവൈഎഫ്ഐ കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കേരള വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഓഫീസിലെ ഒഴിവ് നികത്തുക, ഭൂമി മുറിച്ചു വിൽപ്പന അവസാനിപ്പിക്കുക, ഭൂമാഫിയയെ സഹായിക്കുന്ന നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു. SYS അമനമ്പലം പഞ്ചായത്ത് കമ്മിറ്റി സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 11-ാം തീയതി പൂക്കോട്ടുംപാടത്ത് നടക്കുന്ന ക്യാമ്പിൽ സൗജന്യ നേത്ര പരിശോധനയും പ്രമേഹരോഗ പ്രതിരോധ ചികിത്സാ ക്യാമ്പും സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. വനാതിർത്തി കടന്ന ആനക്കൂട്ടം പുല്ലങ്കോട് മലവാരത്തിനിടയിലുള്ള ഇടക്കാടിൽ കുടുങ്ങി. വനത്തിലേക്ക് തിരിച്ചു കടക്കാൻ കഴിയാത്ത ആനക്കൂട്ടം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാത വരെ എത്തി കൃഷി നശിപ്പിച്ചിട്ടുള്ളതെന്നാണ് വനം വകുപ്പ് അധികൃതരുടെ നിഗമനം. വനാതിർത്തിക്ക് ചുറ്റും പുല്ലങ്കോട് എസ്റ്റേറ്റ് സൗരോർജ്ജ വേലി നിർമ്മിച്ചിട്ടുള്ളതിനാൽ ആനകളുടെ മടക്കയാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ്. ചോക്കാടം മലവാരത്തിന് താഴെ എസ്റ്റേറ്റിന്റെ സൗരോർജ്ജ വേലിക്ക് കേടുപറ്റിയിരുന്നു. ഇതിലൂടെ കടന്നെത്തിയ ആനക്കൂട്ടം എസ്റ്റേറ്റിനും വനാതിർത്തിക്കും ഇടയിലുള്ള ഇടക്കാടിൽ തമ്പടിച്ചു. തകരാറായ വേലി വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയതോടെ ആനകൾ ഇടക്കാടിൽ കുടുങ്ങിയ നിലയിലാണ്. ഭക്ഷണം ഉൾപ്പെടെ ആനകൾക്കാവശ്യമായ സൗകര്യങ്ങൾ ഇടക്കാടിലില്ല. ഇടക്കാടിലുള്ള ആനകളെ കാട്ടിലേക്ക് എത്തിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് എസ്റ്റേറ്റ് അധികൃതർ വനവകുപ്പുമായി ആലോചിക്കുന്നുണ്ട്. കൂട്ടം തെറ്റിയ നിലയിലുള്ള ആനകൾ കൂടുതൽ അതിക്രമങ്ങൾ കാണിക്കുവാൻ സാഹചര്യമുള്ളത് കണക്കിലെടുത്ത് ഇടക്കാടിന് സമീപം തോട്ടം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ എസ്റ്റേറ്റ് അധികൃതർ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആനകളെ തിരിച്ചുവിടുവാൻ വനംവകുപ്പിന്റെ പ്രത്യേക ദ്രുതകർമ്മ സേനയുടെ സഹായം നൽകാമെന്ന് അധികൃതർ സമ്മതിച്ചിട്ടുണ്ട്. ചോക്കാടൻ മലവാരത്തിലെ ചേനപ്പാടിക്ക് പുറമെ അടയ്ക്കാകുണ്ട് ചെറുകുളമ്പിലൂടെയും ഇടക്കാടിൽ ആനകൾ എത്തിപ്പെടാൻ കഴിയും. ഇടക്കാടിന് രണ്ട് ഭാഗവും പുല്ലങ്കോട് എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലാണ്. സൗരോർജ്ജ വേലി സംരക്ഷണം ഉള്ളതിനാൽ മലബാരത്തിന് താഴെ താമസിക്കുന്നവർക്കാണ് ആനകൾ കൂടുതൽ ഭീഷണിയായിട്ടുള്ളത്. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാത വരെ ആനകൾ എത്തിയത് കണക്കിലെടുത്ത് സംരക്ഷണ നടപടി ശക്തമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കാളികാവ്, കരുവാരകുണ്ട്, ചോക്കാട്, അമരമ്പലം, കരുളായി തുടങ്ങിയ മലയോര പഞ്ചായത്തുകളിൽ ആനശല്യം രൂക്ഷമായിട്ടുണ്ട്. ആനകൾക്ക് പുറമെ പുലി, കടുവ എന്നിവയുടെ സാന്നിധ്യം കൂടിയുള്ളത് മലയോരവാസികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കാരപ്പുറം ചോളമുണ്ടയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ഇറങ്ങിയ കാട്ടാന ചോളമുണ്ട മൂസക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിസ്ഥലത്തെ 2 തെങ്ങാണ് നശിപ്പിച്ചത്. കൂടാതെ KCBയുടെ ഒരു ഇലക്ട്രിക് പോസ്റ്റും ആന തകർത്തിട്ടുണ്ട്. കാളികാവ്, അമ്പലക്കടവ്, പള്ളിശ്ശേരി പ്രദേശത്തുകാർ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ അമ്പലക്കടവിലെ മുഹമ്മദ് റമീസിനെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലും മുർഷിദ്, റമീസ് എന്നിവരെ വണ്ടൂർ CHSയിലും പ്രവേശിപ്പിച്ചു. ഇരു പ്രദേശത്തുമുള്ള ഏതാനും പേർ തമ്മിൽ നിലനിൽക്കുന്ന തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിപ്രകാരം പള്ളിശ്ശേരിയിലെ പാമ്പുകടിയൻ സിനാൻ, തോളൂരാൻ മിർഷാദ്, കോഴിക്കോടൻ നസീം, ജംഷീർ, അമീർ എന്നിവർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രാദേശികമായി ചേരിതിരിഞ്ഞ് ഇതിനു മുമ്പും പലതവണ ഏറ്റുമുട്ടിയിരുന്നു. മുല്ലപ്പെരിയാർ പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായി വിവിധ സ്കൂളുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. തമിഴ്നാടിന് വെള്ളം നൽകി കേരളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയുക, ഡാമിലെ ജലനിരപ്പ് 120 അടിയാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത്. പൂക്കോട്ടുംപാടം മേരിമാത ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഐക്യദാർഢ്യ പ്രഖ്യാപന റാലിയിൽ 1000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. റാലിക്ക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റജി, അധ്യാപകരായ ചന്ദ്രശേഖരൻ, വിനു ജോസഫ്, സ്കൂൾ ലീഡർ ഷഫിൻ എന്നിവർ നേതൃത്വം നൽകി. കരുളായി ദേശസമാജം വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന ഐക്യദാർഢ്യ റാലിയിൽ കരുളായി KM ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ് വളണ്ടിയർമാരും അണിനിരന്നു. വായനശാല സെക്രട്ടറി PC സ്കറിയ, ലൈബ്രറി സംസ്ഥാന കൌൺസിൽ അംഗം PK അനന്തകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി PK അംബിക ടീച്ചർ, ഫാത്തിമ സലീം തുടങ്ങിയവർ പങ്കെടുത്തു.
ഖുമൈനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മുല്ലപ്പെരിയാർ പ്രതിഷേധ റാലി നടത്തി. ക്ലബ് ഭാരവാഹികളായ പി അയ്യൂബ്, വി യു അൻവർ, ടി പി യൂസഫ്, അനീസ് എന്നിവർ റാലിക്കു നേതൃത്വം നൽകി. കാളികാവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി കാളികാവ് ടൗണിലൂടെ സഞ്ചരിച്ച് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. റാലിയിൽ ക്ലബ് പ്രവർത്തകരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഡാമിന്റെ അപകടാവസ്ഥ സൂചിപ്പിക്കുന്ന നിശ്ചല ദൃശ്യം റാലിയിൽ അണിനിരത്തി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം.